മിക്ക പാരൻസും വന്ന് പറയുന്ന ഒരു കൺസേൺ ആണ്. ഒരു 1 ഇയർ 1.5 ഇയർ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഉള്ള കുഞ്ഞുങ്ങളിൽ വരുന്ന ഒരു കൺസേൺ ആണ് അവരുടെ കാല് വളഞ്ഞിരിക്കുക, ബോ ലെഗ്സ് കാണുന്നു എന്നുള്ളത്. അതിന് നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടിട്ടാണോ ഇങ്ങനെ വരുന്നത്? ഇങ്ങനെ കുറേ പാരൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങൾ നടന്ന് അല്ലെങ്കിൽ ജസ്റ്റ് പിടിച്ചെണീറ്റ് തുടങ്ങുന്ന മന്ത് എന്ന് പറയുന്ന ഒരു 11-12 മന്ത്സിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 12 മന്തൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് 1 or 2 സ്റ്റെപ്പ് ഒന്ന് വെച്ച് വരും, അല്ലെങ്കിൽ ഏതിലെങ്കിലും പിടിച്ച് അവർ നടന്ന് തുടങ്ങും. ആ സമയം നമ്മൾ അവരുടെ കാല് നോക്കുകയാണെങ്കിൽ ബോ ലെഗ്സ് തന്നെയായിട്ട് നമുക്ക് തോന്നുകയും കാലിന് വളമുണ്ടെന്ന് തോന്നുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു ബോയിങ് ആണ്. ഫിസിയോളജിക്കൽ ബോയിങ് എന്ന് നമ്മൾ പറയും. അത് നമ്മൾ പേടിക്കേണ്ടത് ഇല്ല. കാരണം ഒരു 2.5 ഇയർ വരെ ഈ ഒരു ഫിസിയോളജിക്കൽ ബോയിങ് ആയിട്ടുള്ള ലെഗ്സ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരാം. അതിൽ നമ്മൾ കൺസേൺ ആവേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഇത് ഡെഫിഷ്യൻസി ആയിരിക്കും എന്നുള്ള കാര്യത്തിലോട്ട് പോകാനോ വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമുക്ക് കൺസേൺ ആവേണ്ടത് എപ്പോഴാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയം. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ തലയിലെ പതപ്പ്, ഇവിടുത്തെ അറിയാം, ആ ഒരു പതപ്പ് വലുതാണ് എങ്കിൽ, മാത്രമല്ല 2 കാലിലെയും വളവ് തമ്മിൽ നോക്കുമ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്യുക, അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങൾ. മാത്രമല്ല, ഈ അനീമിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ, കിഡ്നി പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളിൽ, ഈ ഒരു കണ്ടീഷൻസ് ഉള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ ഒരു ബോയിങ് ആയിട്ടുള്ള, അതും 2.5 ഇയർ കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു രീതി കാണുകയാണെങ്കിൽ നമ്മൾ കൺസേൺ എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു മെഡിസിൻ ചൂസ് ചെയ്യാതെ, ഇപ്പോൾ വൈറ്റമിൻ ഡി ചുമ്മാ കൊടുക്കുന്നതിൽ കാര്യമില്ല. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു 1 ഇയർ വരെ നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കും. അതിനുശേഷം ചുമ്മാ കണ്ടിന്യൂസ് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു കൺസേൺസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീഡിയാട്രീഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്ന രീതിയിലുള്ള പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആയിരിക്കണം നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത്. നമ്മുടെ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ്, സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളിൽ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഏത് കാര്യമാണെങ്കിലും പീഡിയാട്രീഷ്യനോട് അല്ലെങ്കിൽ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. മാത്രമല്ല, ഈ ഒരു 2.5 ഇയർ വരെയുള്ള ഒരു ഈ ബോയിങ് വളരെ അധികമുള്ള നോർമലാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങൾ നടന്ന് തുടങ്ങുമ്പോൾ തന്നെ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ വോക്കർ കൊടുക്കും. അപ്പോൾ കഴിവതും നമ്മൾ വോക്കർ അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. വോക്കറിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ വോക്കറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തുവാണ്, നമ്മുടെ ജോലികളൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ആ വോക്കറിൽ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാല് നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒരു സിറ്റിംഗ് പൊസിഷനും അല്ല, സ്റ്റാൻഡിങ് പൊസിഷനും അല്ല എന്ന രീതിയിലാണ്. മാത്രമല്ല, ഈ വോക്കർ എന്ന് പറയുന്നതിൽ ചുറ്റും കുറേ വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുഞ്ഞ് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിയുമ്പോൾ വോക്കർ മൂവബിൾ ആയിരിക്കും. ആ ഒരു രീതി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ അതിലിരിക്കാനായിട്ട് ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും. സോ ഈ വോക്കർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് നടക്കാനുള്ള ആ ഒരു പ്രൊമോഷൻ ഒരിക്കലും ഇത് കൊടുക്കുന്നില്ല. സോ അങ്ങനെ വോക്കർ കൊടുക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ കാലിൻ്റെ വളവ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. വോക്കർ കഴിയുമ്പോഴും അതിന് ഡിഫറൻസ് കുഞ്ഞുങ്ങളിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. പല അമ്മമാർക്കും അതിന് ഡിഫറൻസ് മനസ്സിലായിട്ടുമുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വോക്കർ പോലത്തുള്ള കാര്യങ്ങൾ കഴിവൊന്നും കൊടുക്കാതിരിക്കുക. ഫിസിക്കലായിട്ടുള്ള എൻകറേജ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ 2 കൈയും പിടിച്ച് ഫോർവേഡ് അത് മുന്നോട്ട് നടത്തിക്കുക. കുഞ്ഞ് ചെയർ കൊടുക്കുക. അത് വെച്ച് നമ്മൾ ചെയർ പുള്ളോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞ് ജസ്റ്റ് 1, 2, 3 സ്റ്റെപ്സ് വയ്ക്കും. ഇങ്ങനത്തെ രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള എക്സസൈസും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള തെറാപ്പി പോലത്തുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും നല്ലതാണ്. മാത്രമല്ല, ഈ എല്ലാ ബോയിങ്ങും കുഞ്ഞുങ്ങൾക്ക് റിക്കറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയിലെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ റിക്കറ്റ്സ് വരാനുള്ള ചാൻസോ ഉള്ളതല്ല. സോ നമ്മൾ 2.5 വരെ ഉള്ള ഈ ഒരു ഫിസിയോളജിക്കൽ ബോയിങ് എന്ന് പറയുന്നത് വളരെയധികം നോർമലാണ്. അതിൽ നമ്മൾ അധികം കൺസേൺ ആവേണ്ട ആവശ്യമില്ല. മെഡിസിൻസ് അധികം എന്തെങ്കിലും കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡോക്ടറിൻ്റെ പെർമിഷനോട് കൂടി മാത്രം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.